കഴിഞ്ഞ ഏതാനും നാളുകളായി സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് അന്തരിച്ച മിമിക്രി കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു. അടുത്തിടെ രേണു അഭിനയിച്ച ചില ആൽബങ്ങളും റീൽസുകളുമാണ് വിമർശനങ്ങൾ ഉയരാൻ കാരണമായത്. ഇതുമൂലം പലതരത്തിലുള്ള പരിഹാസങ്ങളും ട്രോളുകളും രേണുവിന് അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. എങ്കിലും ഇതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് രേണു. ഇപ്പോഴത്തെ തനിക്ക് ഒട്ടേറെ വിവാഹാലോചനകൾ വരുന്നുണ്ടെന്നും നിലവിൽ അതേക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ലെന്നും പറയുകയാണ് രേണു. പ്രണയത്തെയും വിവാഹത്തെയും കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു താരം. തനിക്ക് യഥാർത്ഥ പ്രണയമുള്ളത് സുധിയോട് മാത്രമാണെന്നും അതിൽ നിന്നും മാറാൻ കഴിഞ്ഞിട്ടില്ലെന്നും രേണു പറഞ്ഞു. മെയിൻ സ്ട്രീം എന്ന യൂട്യൂബ് ചാനലിനോട് സംസാരിക്കുകയായിരുന്നു രേണു സുധി. മനുഷ്യരല്ലേ, പ്രണയവും മറ്റുമൊക്കെ ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലുള്ള ചിന്തകളാണ്. എന്നാൽ ഈ നിമിഷം വരെ എനിക്ക് സുധിച്ചേട്ടനോട് മാത്രമേ പ്രണയമുള്ളൂ. വേറൊരു കല്യാണത്തെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ സുധിച്ചേട്ടൻ്റെ ഭാര്യയാണ്. വേറെ കല്യാണം കഴിച്ചിട്ടില്ല. എനിക്ക് സുധിച്ചേട്ടനോട് മാത്രമാണ് യഥാർത്ഥ പ്രണയമുള്ളത്. അതിൽ നിന്നും മാറാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ എന്തിനാണ് വേറൊരാളെ പ്രണയിക്കുന്നത്? എല്ലാവർക്കും ഉള്ളിൽ ഫീലിങ്സ് ഒക്കെ ഉണ്ടാകും. കുറച്ചു കാലം കഴിഞ്ഞ് ഒരുപക്ഷെ എനിക്ക് പ്രണയമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോസ്റ്റ് ഇടുമാകും. എന്നാൽ അതൊരിക്കലും സുധിച്ചേട്ടനെ ഉപേക്ഷിച്ച് വേറൊരാളെ കല്യാണം കഴിക്കുന്നതല്ല. എൻ്റെ ഫീലിങ്സ് ആണെന്നും രേണു പറയുന്നു. എനിക്കൊരുപാട് കല്യാണ ആലോചനകൾ വരുന്നുണ്ട്. ഒരാൾ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. പുള്ളി ഡിവോഴ്സാണ്. നേരിട്ട് വന്നാണ് എന്നോട് സംസാരിച്ചത്. ഇപ്പോൾ നോക്കുന്നില്ലെന്ന് പറഞ്ഞ് പുള്ളിക്ക് തിരികെ അയച്ചു. മോളെപ്പോലെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് ഒരു ദുബായ്ക്കാരൻ വന്നിരുന്നു. എൻ്റെ കയ്യിൽ സ്വത്തുണ്ട്, സോഷ്യൽ മീഡിയയിൽ എന്ത് വന്നാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേർ വരുന്നുണ്ട്. കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് 4-5 ആലോചനകളെങ്കിലും വന്നിട്ടുണ്ട്. അവരൊക്കെ നേരിട്ടാണ് സംസാരിക്കുന്നതെന്നും രേണു പറഞ്ഞു.